മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ വിദ്യാർത്ഥിനിക്ക് മാസം തോറും ലഭിക്കേണ്ട ധനസഹായം മുടങ്ങി എന്ന അമ്മ. 4 മാസമായി പഠന ചെലവിന്റെ സഹായം ലഭിച്ചിട്ടില്ല. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും അമ്മ പറഞ്ഞു. നിലവിൽ പറഞ്ഞപ്പോൾ നമുക്ക് ശിശു വികസനത്തിൽ നിന്ന് നമുക്ക് കുട്ടിക്ക് പഠന ചെലവിന് വേണ്ടി പൈസ കയറുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയത് നമുക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും 2 മാസത്തേന് കിട്ടിയത്. ഇപ്പം 6 മാസമായിട്ട് നമുക്ക് കയറുന്നില്ല. അതൊരു ഇതുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഭരിക്കുന്ന സർക്കാരാണ് നമുക്ക് ഇത് ഏറ്റെടുത്തത്. പക്ഷെ അതിൽ ഇപ്പം സർക്കാർ മാറിയപ്പോൾ നമുക്കതിൽ ഫണ്ട് കിട്ടുന്നില്ല. അതെന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് 1 വർഷം കഴിഞ്ഞിട്ടേക്ക് കയറുള്ളൂ എന്നൊക്കെയാണ് പറയണവർ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ പോരാത്തിന് നമ്മൾ കേസ് എടുത്തിട്ടുണ്ട് കുട്ടീൻ്റെ കാര്യത്തിൽ. പക്ഷെ അതിലൊരു നടപടി ഉണ്ടായിരുന്നില്ല. പോലീസ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ വിനോദിനിക്ക് കൃത്രിമ കൈ നൽകിയതടക്കമുള്ള സഹായങ്ങൾ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായിട്ട് ചേരുന്നു. സച്ചിൻ, ഇപ്പോൾ സർക്കാരിൻ്റെ മാറ്റമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരുപക്ഷേ വൈകുന്നതാണ് എന്ന് വിചാരിക്കാനാകുന്നതാണോ? അവർക്ക് പക്ഷേ സ്വാഭാവികമായിട്ടൊരു പരാതിയുണ്ട്, കുട്ടി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്താണ് അവർ പറയുന്നത്? സനീഷെ, ശിശു വികസന വകുപ്പ് കുട്ടിയുടെ പഠന ചെലവിന്, അതായത് വിനോദിനിയുടെ പഠന ചെലവിന് മാസാമാസം 4000 രൂപ വെച്ച് നൽകുമെന്നായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ ലാസ്റ്റ് 4000 രൂപ ലഭിച്ചത് എന്നാണ് വിനോദിനിയുടെ അമ്മ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അതിർത്തിയും വിനോദിനിയുടെ കുടുംബം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല. കൂടാതെ തന്നെ ഈ ഡോക്ടർമാർക്കെതിരെ ശക്തമായ ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്ന കാര്യവും വിനോദിനിയുടെ അമ്മ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻപ്, അതായത് വിനോദിനിക്ക് കൃത്രിമ കൈ അടക്കം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിരുന്നു. ഉടൻ തന്നെ കൈ അടക്കം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർച്ചയെന്നോണം വിനോദിനിക്ക് വീട് വെച്ച് നൽകാനുള്ള ഒരു നടപടിയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള നടപടികളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഈ ധനസഹായം ലഭിക്കുന്നില്ല എന്ന പരാതി തന്നെയാണ് വിനോദിനിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. 4 മാസത്തോളമായി നിലവിൽ 4000 രൂപ ലഭിക്കുന്നില്ല എന്ന പരാതി കുടുംബം ഉന്നയിക്കുന്നു. പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ സമയത്താണ് ഇത്തരത്തിൽ ഈ ധനസഹായം മുടങ്ങിയത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മുടങ്ങിയ പണം ഉടൻ ലഭ്യമാക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് വിനോദിനിയുടെ മാതാവിൻ്റെ ആവശ്യം. സനീഷ്. ശരി സച്ചിൻ, വിവരങ്ങൾക്ക്.